സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം വിശ്വസ്വരൂപായ ഈശ്വരമണി. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടരും അതിവിശിഷ്ടരും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഈശ്വര സ്വരൂപികൾക്കും എൻ്റെ സന്തോഷം നിറഞ്ഞ സ്നേഹം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് വളരെ പുണ്യദിവസമായ വളരെ തേജസ്വരൂപമായ ഒരു സുദിനമാണ് ഇന്ന്. വിനായക ചതുർത്ഥിയും തുടർന്ന് ഋഷിപഞ്ചമി എന്ന പ്രസിദ്ധമായ പുണ്യമായ ധന്യമായ ദിവസങ്ങളാണ് നമ്മുടെ ഈ സംഗീത മഹോത്സവം, സംഗീതാർച്ചന ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം വളരെ കൂടുതലാണ്. വിശ്വകർമ്മ ക്ഷേത്രങ്ങൾ അപൂർവങ്ങളായി മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും പുതിയ തലമുറകൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് വളരെ സ്ഥലത്ത്, എനിക്ക് 2 ദിവസം മുമ്പ് ചേർത്തല ഭാഗം, അതുപോലെ ഇതിന് മുമ്പ് ഞാൻ എങ്ങാണ്ടോ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഒക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വകർമ്മ ക്ഷേത്രങ്ങൾ ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഭഗവാന്റെ മഹത്വം ജനഹൃദയങ്ങളിലോട്ട് എത്തിക്കുവാനും വിശ്വകർമാവ് ആരാണെന്നും ആ വിശ്വകർമ്മദേവൻ്റെ സ്ഥിതി എന്തുവാണെന്നും അറിഞ്ഞിരിക്കേണ്ടത് മാനവരാശിയുടെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ശൂന്യമായ പ്രപഞ്ചത്തിൽ സർവത്ര സൃഷ്ടികർമ്മങ്ങൾ നടത്തി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ നടത്തുവാനും അതിൻ്റെ താളലയനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രകൃതി വിഭവങ്ങളും നൽകി അനുഗ്രഹിച്ച സർവദേവതാ സങ്കല്പമാണ് വിശ്വകർമ്മദേവനുള്ളത്. ദേവന്മാർക്ക് പോലും അവർണ്യം മഹാപൂജ്യമാണ്. വർണ്ണിക്കുവാൻ സാധിക്കാത്ത, മനസ്സിലാക്കുവാൻ സാധിക്കാത്ത പ്രകൃതി സ്വരൂപമാണ് വിശ്വകർമ്മദേവൻ്റെ. ഇത് തലമുറകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണിപ്പോൾ. ഒരു കാലത്ത് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ജനങ്ങൾ വിശ്വകർമ്മ ക്ഷേത്രങ്ങൾ നാടിൻ്റെ പല ഭാഗത്തും പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇന്നവയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച ക്ഷേത്രങ്ങൾ വളർന്നു വരുവാൻ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ അപൂർവമാണെങ്കിലും കേരളത്തിന് വെളിയിലുള്ള രാജ്യങ്ങളിൽ പലയിടത്തും, ബോംബെ, ബാംഗ്ലൂർ, മദ്രാസ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഒറീസ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ, സ്ഥലങ്ങളിൽ വിശ്വകർമ്മ ജയന്തി പ്രമാണിച്ച് ഒരു ഫാക്ടറി പോലും തുറക്കുകയില്ല. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ വിശ്വകർമ്മ ജയന്തി പലതിലും കാണുവാനും അതിൽ പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ വടക്കേ ഇന്ത്യയിലൊക്കെ വിശ്വകർമ്മദേവൻ്റെ വളരെ ഗംഭീരമായ
പ്രതിമകൾ വെച്ച് പൂജയും കർമ്മങ്ങളും നാമജപങ്ങളും ഒക്കെ അന്നദാനങ്ങളും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമൊക്കെ ആ ചടങ്ങുകൾ വളരെ ഗംഭീരമാക്കുകയാണ്. പണിയായുധങ്ങൾ എടുത്തെന്ന് പണിയുകയില്ല. അതിനൊക്കെ പൂജ കൊടുക്കുന്ന ദിവസമാണ്. നമുക്കെല്ലാ ദിവസവും ആഹാരം തരുന്ന നമ്മുടെ പ്രവൃത്തിയെ അനുകൂലിക്കുന്ന നമ്മുടെ ആയുധങ്ങൾ, തിരുവായുധങ്ങൾ, എല്ലാ പ്രകാരത്തിലുള്ള ആയുധങ്ങൾ വെച്ച് പൂജ നടത്തും. ഇന്ന് അറിവില്ലാഞ്ഞിട്ടാണോ എന്തോ അങ്ങനെ ഒരു ചടങ്ങ് ആഘോഷിക്കുന്നില്ല. അങ്ങനെ ആഘോഷിക്കാതിരുന്നാൽ പ്രകൃതി പോലും നമ്മളോട് കോപിക്കുമെന്നാണ്. നമ്മുടെ പവിത്രമായ സങ്കല്പങ്ങൾ ഒരു ദിവസമെങ്കിലും നമുക്ക് ആഘോഷിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഈ ഋഷിപഞ്ചമി ദിവസം. അന്നേ ദിവസം നമ്മൾ എഴുതുന്ന പേന പോലും വിശ്വകർമ്മദേവൻ്റെ ആ നാമധേയത്തിൽ വെച്ച് പൂജിച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. എല്ലാ പണികളും തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് ആ പൂജയിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ്. ദേവന്മാർക്ക് പോലും പ്രത്യക്ഷമാകാത്ത ഭഗവാന്റെ ആ വിരാട് സ്വരൂപം അനേക കാലങ്ങൾ യാഗം ചെയ്ത് പുത്രന്മാരും ദേവന്മാരും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന നടത്തിയതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ സ്വരൂപിയായി ദേവന്മാർക്കും പുത്രന്മാർക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാവർക്കും വേണ്ടുന്നതൊക്കെ ദാനം ചെയ്യുകയും അവരെ അനുഗ്രഹിക്കുകയും പ്രകൃതി എല്ലാ പ്രകാരത്തിലും സജ്ജമാക്കി തന്ന വിശ്വകർമ്മദേവൻ്റെ ജയന്തി ആഘോഷിക്കുന്ന ദിവസമാണ് ഋഷിപഞ്ചമി ദിവസം. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന അധ്യക്ഷൻ, ഈ സമ്മേളനം ഭദ്രദീപം കൊളുത്തിയ ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ തിരുമേനി, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾ